ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് മേക്ക് ഓവറായിട്ട് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ മാസം മുതൽ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയായിരുന്നെന്ന്. അപ്പോൾ അതും കാരണം അങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് സമയം കിട്ടിയപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ അതങ്ങോട്ട് ചെയ്തേക്കാമെന്ന്. അങ്ങനെ കുറേയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഈ ഒരെണ്ണം ഒട്ടിക്കണ്ട എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അപ്പോൾ റിച്ചുവിന് അത് ഒട്ടിച്ചേ പറ്റൂ. പക്ഷേ എനിക്കത് കണ്ടിട്ട് ഒട്ടിക്കണ്ട എന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ഒട്ടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വിഷൻ ബോർഡിലേക്ക് വെക്കാനുള്ള കുറച്ച് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്യുവാണ്. കുറച്ച് മോട്ടിവേഷൻ കോട്ട്സും അതുപോലെ കുറച്ച് പിക്ചർ സ്ക്രീൻഷോട്ട്സൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനിതുപോലെ ചെറിയ നോട്ട്സ് എഴുതി വെക്കുവാണ്. എന്നിട്ട് അതെല്ലാം നമ്മുടെ പുതിയ വിഷൻ ബോർഡിൽ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ചെടിയും കൂടെ വെച്ചു കേട്ടോ, കുറച്ച് ഗ്രീനറി പോസിറ്റിവിറ്റി ഇരിക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ മൊത്തത്തിൽ ഇതാണ് ലുക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ആദ്യം എൻ്റെ ഒരു വിഷൻ ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ, കുറേ നാളായിട്ട് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷമാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ആദ്യമേ ഞാനിത് വാങ്ങിച്ച സമയത്ത് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, എനിക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒട്ടും എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ നമ്മൾ ഫുൾ ഇവിടെ വീട്ടിൽ തന്നെ ഇങ്ങനെ അധികം എക്സസൈസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കും, ഓക്കെ ഇനി നടക്കണം എന്നൊക്കെ ഓർക്കും. പക്ഷേ അത് നടക്കത്തില്ല, മറന്നു പോകുമല്ലോ. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഓരോരോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുടെയൊക്കെ ഓരോ ഇമേജസോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് കാണുമ്പം ഓർക്കാനും വേണ്ടിയിട്ട് കുറച്ച് ഇമേജസ് എന്തെങ്കിലും എടുത്ത് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ആമസോണിൽ ഇങ്ങനെ നോക്കി, ഇങ്ങനെ മോട്ടിവേഷൻ കോട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം കുറേ ഇങ്ങനെ വോളിൽ ഒട്ടിക്കുന്ന കുറേ എണ്ണം കണ്ടു. പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വിഷൻ ബോർഡ് വാങ്ങിക്കുന്നത്. ഫോട്ടോസ് വയ്ക്കുന്ന ഒരു ബോർഡായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഈ ഒരു പിന്നൊക്കെ അതിനകത്തൂടെ കിട്ടിയതാട്ടോ. അപ്പം നമുക്ക് വേണ്ട ഫോട്ടോസ്, ഇപ്പം ഹെൽത്ത് അങ്ങനെ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും കാണുമ്പോൾ നമുക്കങ്ങനെ ഓർക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്നല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പ്ലാന്. കുറച്ച് ഇമേജസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പക്ഷേ ഇവിടെ പ്രിൻ്ററുണ്ട്, പിന്നെ പ്രിൻ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും പിന്നെ ആവശ്യത്തിന് കുറേ അങ്ങനെ മടി പിടിച്ച് അതിങ്ങനെ നീണ്ടു പോയി. ഇപ്പം സത്യം പറഞ്ഞാൽ ജനുവരിക്ക് മുമ്പ് അങ്ങോട്ട് വാങ്ങിച്ചാന്ന് തോന്നുന്നു. ജനുവരി ഫുള്ള് കഴിഞ്ഞിപ്പം ഫെബ്രുവരി മിഡ് ആയല്ലോ, ഇതുവരെയും ചെയ്തില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എന്നാൽ പിന്നെ ഇനിയിപ്പം പ്രിൻ്റ് എടുക്കാനും പിന്നെ ഇമേജസ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ പിന്നെ വേറെ നല്ലത് കിട്ടും എല്ലാം കൂടെ അങ്ങോട്ട് ഇൻക്ലൂഡ്, എനിക്കിഷ്ടപ്പെട്ട എല്ലാം കൂടെ കിട്ടുന്നില്ല. അപ്പം കുറച്ചുകൂടെ നോക്കണം എന്ന് പറഞ്ഞിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഓർത്തു ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ കളർ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. പിന്നെ എനിക്കിപ്പം കുറച്ച് കഴിഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ എഴുതണം, എന്തെങ്കിലും ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ എനിക്കതും ജസ്റ്റ് എഴുതിയിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ഇതുപോലെ ഇത് 4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു പിന്ന് ക്ലിപ്പ് 4 എണ്ണ കിട്ടിയുള്ളൂ. അപ്പോൾ കുറച്ച് വാങ്ങിക്കാമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഇതുപോലത്തെ വാങ്ങിക്കാൻ കിട്ടുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ഇവിടെ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓർക്കുമല്ലോ. അപ്പം ഇമേജ് പ്രിൻ്റ് പിന്നെ പതുക്കെ കൊണ്ടായാലും പ്രിൻ്റ് എടുത്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടെ മറന്നു പോകാതെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു സെപ്റ്റംബർ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അധികം എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ എനിക്ക് പഠിക്കാനും വേണ്ടി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, അത് നമുക്ക് അസൈൻ ചെയ്യുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ഫുള്ളും എന്ത് കുക്ക് ചെയ്യും, ഫുൾ കിച്ചണിലെ കാര്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ചെയ്യുന്ന ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ കിച്ചണിലെ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ നാളെ രാവിലെ എന്തോ കുക്ക് ചെയ്യും, അങ്ങനത്തെ ഇത് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മാസം എത്ര പെട്ടെന്ന് പോയി. ജനുവരിയിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാനെങ്കിലും ഓർക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഈ ഒരു സ്റ്റിക്കറില്ലേ, ഈ ഒരു സ്റ്റിക്കർ സത്യം പറഞ്ഞാൽ ഞാനിത് ഹൗസ് വാമിങ്ങിന് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിച്ച കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒട്ടിക്കാനൊരു പേടി, കാരണം നമ്മുടെ പുതിയ വീടല്ലേ. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇനിയും പതുക്കെ ഇളകി വരുമോ, പെയിൻറ്റ് പോവും, അങ്ങനത്തെ കുറേ ഇതുണ്ടല്ലോ. നമ്മളിപ്പം പുതിയ വീടാകുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ടെൻഷൻ ആയിരിക്കില്ലേ. ഇപ്പം 4-5 മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീൽ ഇച്ചിരി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് പോയാൽ കുഴപ്പമില്ലെന്നല്ല. പിന്നെ ഞാൻ ഓർത്തു
ഒട്ടിക്കാമെന്ന്. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കിൽ ഒട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ് സ്റ്റിക്കർ. പിന്നെ അത് കാണാണ്ടായി. ഞാനിവിടെ എല്ലാം നോക്കി, അത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് മാനിഫെസ്റ്റേഷൻ അതിനെ പറ്റിയൊക്കെ ഞാൻ കുറേ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു സ്റ്റിക്കർ കിട്ടിയായിരുന്നെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ കുറേ വീട് മൊത്തം നോക്കി, അത് കണ്ടില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയില്ല. ഞാൻ പറഞ്ഞില്ല ഇത്രയും നാൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഇപ്പോൾ ഈ മന്ത് മുതലായിരുന്നു ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയത്. അപ്പോൾ അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അതുപോലെ കുറേ റൂംസിലൊക്കെ ഇതുപോലത്തെ കുറേ കോഡ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന കണ്ടപ്പോഴും ഞാൻ ഓർത്ത് അയ്യോ ആ സ്റ്റിക്കർ കിട്ടിയാണെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കാം, പക്ഷെ എന്നാലും നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കളഞ്ഞിട്ട് വീണ്ടും അത് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പം വീട്ടിൽ എവിടെ ഉണ്ടെന്നറിയാം, എവിടെ ആണെന്ന് തപ്പിപ്പിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ കണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഈ ഒരു വിഷൻ ബോർഡിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഹസ്ബൻഡ് ഒരു വാർഡ്രോബിൽ എന്തോ നോക്കിയ സമയത്ത് എനിക്ക് ഈ സ്റ്റിക്കർ കിട്ടി. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഒരുപാട് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ഈ കാണാനായിട്ട്. അതിൻ്റെ കോഡ്സും എല്ലാം ഇച്ചിരി ചരിഞ്ഞു പോയി, എന്നാലും സാരമില്ല. നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വാങ്ങിച്ചതാട്ടോ ഈ ഒരു പ്ലാന്റും. ഇന്ന് ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഹോം ഡെക്കോറിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ ഞാൻ കുറേ നാളായിട്ട് കയറണം എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും അവിടെ തിരക്കായിരിക്കും. കുറേ വണ്ടിയൊക്കെ കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ മടി, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ഇന്ന് ഇതുപോലെ അവിടെ കയറിയായിരുന്നു. ഈ ഒരു ചെടി കണ്ടപ്പോഴത്തേക്കിനും കൊള്ളാൻ തോന്നി. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു, അത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇത് അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്ക്ടോപ്പ് മേക്ക് ഓവർ. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഇഷ്ടമായോന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ മാസം ആണല്ലോ എനിക്ക് തിരിച്ച് വർക്ക് ഫ്രം ഹോം നിർത്തിയിട്ട് ഓഫീസിൽ പോയി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 ദിവസം ഞാൻ പോയായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു ഈ മാസവും കൂടെ വർക്ക് ഫ്രം ഹോം കിട്ടിയെന്ന്. അപ്പോൾ അതും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.